പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളിക്കില്ല. സംഗീത സാന്ദ്രമാണ് നമ്മുടെ എല്ലാം ഓരോ ദിവസവും. മലയാള ഗാനശാഖയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളുടെ സഖ്യമാരുമൊത്തുള്ള സംഭാഷണമാണ് പാട്ടിന്റെ സഖ്യമാർ എന്ന ദൂരദർശൻ അവതരിപ്പിക്കുന്ന ഈ പരിപാടി. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാം എൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. മലയാള സാഹിത്യ പദാവലിയെ വാക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയ വയലാർ രാമവർമ്മയുടെ പഞ്ചാര പാലുമിഠായിയായ പ്രിയപത്നി ശ്രീമതി ഭാരതി തമ്പുരാട്ടി താമസിക്കുന്ന പാലക്കാട്ടെ ധോണിയിലെ മനോഹരമായ ആരഭിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് അദ്ദേഹം എഴുതിയല്ലോ. അപ്പം അതിലെ തത്വചിന്തകളെല്ലാം നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ പ്രിയതമയോടൊപ്പം ഉള്ള ജീവിതം ഇനിയും തിരിച്ചു തരുമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ച് എഴുതിയത്. അല്ല, അതിപ്പോൾ അങ്ങനെ ഇല്ല. ജീവിച്ച് അത്രയായത്, പക്ഷെ ഇത്രയും ജീവിച്ച് ഇനി കൂടുതൽ ജീവിക്കാനുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ മതിയായിട്ടില്ലല്ലോ. അതെ അതെ. ഇപ്പം എന്നോട് കൂടെ ഞങ്ങളെ ആ ഒരു ജീവിതം അല്ലല്ലോ. അതെ, ഇത് അങ്ങനെയായിട്ടൊരു പ്രത്യേകതയൊന്നുമുള്ള ഒരു മനുഷ്യനല്ല. പക്ഷേ ജീവിതത്തിൽ ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇന്നും ആ ഒരു ആഗ്രഹം മാറിയിട്ടില്ല. അത്രയ്ക്കല്ലേ പ്രായമായിട്ടുള്ളൂ. അതെ അതെ, ഒരുപാട് ആഗ്രഹങ്ങൾ ആയില്ലേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിട്ടോ പിന്നെ അതുകൊണ്ടൊക്കെ പിന്നെ ഓരോ സിനിമയുടെ ഇതനുസരിച്ചിട്ടല്ലേ, അതിനനുസരിച്ചിട്ടല്ലേ പാട്ട് എഴുതുകയുള്ളൂ. അല്ലാതെ എല്ലാവരും പറയും അങ്ങനെ എന്നെപ്പറ്റി അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് വേണ്ട. അതൊക്കെ ആ ഇതിൻ്റെ സിനിമയുടെ ഓരോ ഇതനുസരിച്ചിട്ട് ഒരു പാട്ട് എഴുതി കൊടുക്കും ഇല്ലേ. അത് ഞാൻ അത്രയും വിജയിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം നമുക്ക് വേണ്ടിയാണ് നമ്മൾ എനിക്ക് അങ്ങനെയുള്ളൊരു വലിയൊരു തോന്നില്ല. നമ്മൾ പാവം അടുക്കെ അമ്മ, വീട്, കുഞ്ഞുങ്ങളെ, പശു, ഇതങ്ങനെ ആ ഒരു ജീവിതം നമുക്ക് പറഞ്ഞു. എനിക്കതാ ഇഷ്ടം. മലയാളികൾക്ക് പ്രണയിക്കാൻ എപ്പോഴും വയലാർ ഗാനങ്ങൾ വളരെയധികം പ്രചോദനമാവാറുണ്ടല്ലോ. പ്രണയത്തിനെ കുറിച്ച് ഇത്രയേറെ മനോഹരമായിട്ട് ശരിക്കും ആ പ്രണയത്തിന്റെ കൽക്കണ്ട മധുരം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വരികളിലൂടെ. എങ്ങനെയാണ് അമ്മയ്ക്ക് അദ്ദേഹത്തിനോടുള്ള പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മ ആ ഒരു അനുഭവം പറയൂ. അമ്മ ആദ്യമായിട്ട് കണ്ടതും അദ്ദേഹമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ മൊമെന്റ്സ്. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ, അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനുണ്ട്, ഒരു ഗോപി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി സൈക്കിളിൽ അടുത്തല്ലേ, വീടടുത്തല്ലേ, അപ്പോൾ അതിൽ പോവും. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വരുന്ന സമയം അറിയാം, സ്കൂളിൽ നിന്ന് വരുന്ന സമയം. അപ്പോൾ ഈ സൈക്കിളിൽ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരെ ഈ സൈക്കിളിൽ നമുക്കറിയില്ല, ഇവരിങ്ങനെ പുറകെ വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതൊരു, പക്ഷെ എൻ്റെ ചേച്ചി ആദ്യം വിവാഹം കഴിച്ചിരുന്നു. അതെ. അപ്പോൾ പിന്നെ അത് ഒരു 7 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു. കുട്ടികളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞ് കാണണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹം, അതാണ് അമ്മയ്ക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറയുകയും ചെയ്യും, എങ്ങനെ ചെയ്യണം, നിന്റെ തലമുടി കണ്ട ആരാ, എനിക്ക് ഇപ്പോഴും വരെ തലമുടിയുണ്ട് അമ്മയ്ക്ക് അഴിച്ചിട്ടല്ലേ. അപ്പോൾ അത് തലമുടി കണ്ടിട്ടാണ്, വേറെ ഒന്നും കണ്ടിട്ടില്ല ആ ഇതോട്. പിന്നെ അന്ന് വരെ എനിക്കാണെങ്കിലും വേറെ കല്യാണാലോചനയൊക്കെ വന്നു, അതൊക്കെ ശരിയാക്കി ഒന്നും നടത്തില്ല. നമുക്കിതാ വിളിച്ചില്ലേ. അപ്പം അങ്ങനെയാണ് പ്രേമിച്ചത്. അല്ല, അമ്മയ്ക്ക് ആദ്യം കണ്ട ഓർമ്മ എന്തായിരുന്നു? ആദ്യമായിട്ട് അമ്മ കണ്ട് ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ അമ്മാവൻ്റെ അവിടെ വരും പാർട്ടി. ആദ്യം എൻ്റെ കോൺഗ്രസ് ആയിരുന്നു ആദ്യം. അമ്മ അല്ല, അദ്ദേഹം ഗാന്ധി മാർഗത്തിലുള്ള കവിത എഴുതിയിരുന്നു. ഇതിരി തലമുടി എണ്ണയിൽ ചെറുപ്പല്ലേ, ഈ ഷോളൊക്കെ പുതച്ച് വെള്ളേ വെച്ച് ചൊറിയുണ്ട്, മെത്തക്ക് ചൊറി വരുന്ന പ്രായമായുണ്ട്. ഒരു കണ്ട മോശം, തലമുടി മാത്രം ഉണ്ട് ഇങ്ങനെ അവിടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കല്യാണം നല്ല ഇഷ്ടപ്പോൾ. എൻ്റെ ചേച്ചി ഇരിക്കുമ്പോൾ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോലെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിയെ കല്യാണം കഴിച്ചു. അമ്മാവൻ്റെ വീട്ടിൽ വന്ന് അവിടെ വന്ന് അങ്ങനെ ചേട്ടൻ. അങ്ങനെയാണ് ഈ 7 വർഷം കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് അമ്മ ഇങ്ങനെ കാത്തിരുന്നിട്ട് അമ്മയുടെ ആഗ്രഹം ഒരു കുട്ടിയാണ്, കുഞ്ഞുങ്ങളുണ്ടായില്ലേ അല്ലേ. 7 വർഷം കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, നീ ഒന്നുകിൽ വേറെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ വേണ്ടിയിട്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അനിയത്തിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അമ്മാവൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, അമ്മാവ ഞാൻ ഇല്ല,
കറുത്ത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ നമ്മുടെ സങ്കല്പത്തിലുള്ള ആളായിരുന്നില്ല അല്ലേ? സങ്കല്പത്തിൽ ചേച്ചി കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ എന്നെ ചേട്ടാന്ന് വിളിക്കില്ല എന്ന്. എനിക്ക് അത്ര അപ്പം പിന്നെ നമ്മുടെ തലയിലിട്ട് വിധി എന്ന് പറയുന്നത് ഈ നമുക്ക് വന്നു. പിന്നെ അവസാനം പറഞ്ഞു പിന്നെ ചേട്ടാ വേറെ എനിക്ക് കല്യാണാലോകൾ 2-3 വന്നു. അതെല്ലാം പുള്ളി തന്നെ മുടക്കി. പക്ഷെ അദ്ദേഹത്തിന് പ്രശസ്തനായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ? അന്നത്രയില്ലല്ലോ, ഇതുപോലെ എഴുത്തുമായിരുന്നു. കവിത അത് അങ്ങനെ ഒരു പ്രശസ്തി വന്നിട്ടില്ല. നമുക്കതൊന്നുമല്ല, എനിക്കത് ഇഷ്ടമല്ല. കണ്ട ഒരു നമ്മുടെ സങ്കല്പത്തിൽ മാച്ച് ആയിരുന്നില്ല. അതെ, കണ്ടാലൊരു നമുക്ക് പ്രത്യേകം തോന്നുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ നിർബന്ധം കൊണ്ട് പിന്നെ എന്തായാലും പുള്ളി വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് തന്നെ ആയിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചിക്ക് തള്ളായി. അതെ, വേറൊരു കുട്ടിയാണ് വന്നിരുന്നെങ്കിൽ വല്ലൊരു ഇതാവുമോ? അതെ അതെ. ഇതിപ്പോൾ ചേച്ചിയെ എന്നേക്കാൾ കൂടുതൽ എല്ലാ പാർട്ടിഷൻ കഴിഞ്ഞപ്പോൾ ചേച്ചിക്കാണ് കൊടുത്തേക്കുന്നത്. ചേച്ചിക്കെല്ലാം കൊടുത്ത് മരിക്കുന്നവരെ സുഖമായിട്ട് കുഴപ്പമില്ല. പക്ഷെ വരില്ല, എനിക്ക് വരില്ല. അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാൻ ആര് ദൈവമാര് എന്ന് അദ്ദേഹം എഴുതിയത് അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട കുട്ടനാണല്ലോ. അപ്പം അമ്മയായിട്ടുള്ള മോൻ്റെ അഗാധമായൊരു ബന്ധത്തെക്കുറിച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പിന്നെ അമ്മയായിട്ടും വളരെയധികം അമ്മ എന്നോട് സംസാരിക്കുമ്പോഴും അതെ ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൽ ഇതുപോലെ അമ്മയും മകനും ഇല്ല. അമ്മ കഴിഞ്ഞ വേറെ കുഞ്ഞുങ്ങളായാലും ഞാനായാലും അത്രേ ഉള്ളൂ. അത്ര അമ്മയും മകനും. അതായത് പറയില്ല, മരിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ എനിക്കത് അമ്മ മരിച്ചാൽ കാണാൻ പറ്റില്ല. ഞാൻ മരിച്ചിട്ടേ അമ്മ മരിക്കാവൂ എന്നാൽ അതായത് ഇതുപോലെ ഒരു അമ്മയും മകനും ഇല്ല. ഒരിക്കലും വറ്റാത്ത ലാവണ്യ അനുഭവമാണ് വയലാറിൻ്റെ കാവ്യജീവിതം. കവിതയിൽ നിന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ ചലച്ചിത്ര ഗാനരചനാ ലോകത്തേക്കെത്തിയ വയലാർ മലയാള ഭാഷയുടെ തന്നെ സൗഭാഗ്യമാണ്. വയലാർ രാമവർമ്മയുടെ പ്രിയ പത്നി ഭാരതി തമ്പുരാട്ടി 2 പെൺമക്കളായ ഇന്ദുലേഖയുടെയും യമുനയുടെയും ഒപ്പമുള്ള പാലക്കാട്ടെ വനഭംഗി നിറഞ്ഞ ധോണിയിലുള്ള ആരഭി എന്ന ഭവനത്തിലേക്ക് ചെന്ന് സ്നേഹം പങ്കിട്ട ധന്യനിമിഷങ്ങളാണിത്. സ്നേഹത്തിൻ്റെ, നന്മയുടെ, വിപ്ലവ ആവേശത്തിൻ്റെ തീവ്രത മുഴുവൻ ആവാഹിച്ച വയലാർ എന്ന മനുഷ്യനോടൊപ്പമുള്ള ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രിയതമ ദൂരദർശൻ്റെ പ്രേക്ഷകർക്കായി പറയുകയാണിവിടെ. മാനത്ത് തീർത്തരും ഗന്ധർവരാജാങ്കണത്തിൽ. അംബാലിക തമ്പുരാട്ടി എന്നായിരുന്നു അല്ലേ അമ്മയുടെ പേര്? അമ്മ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം അമ്മായിയമ്മയെ പറ്റി പറയുമ്പോൾ ഇത്രയേറെ കണ്ണിൽ സന്തോഷത്തിൻ്റെ പ്രകാശം ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം കൂടെ അമ്മ അതിൽ പറയൂ. അമ്മയും അംബാലിക തമ്പുരാട്ടിയും അമ്മയും ഉള്ള ബന്ധം. അമ്മ എനിക്ക് ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ എന്നെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ച് അമ്മയായിട്ടാണ്. പക്ഷെ അവരും അതുപോലെ നോക്കി കേട്ടോ, അമ്മ തന്നെയായിട്ട് നോക്കി. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ ആണ് അന്ന്. പക്ഷേ എനിക്കൊന്നും അറിയില്ല, വീട്ടിൽ ജീവിക്കാനൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ അവർ നമ്മൾ നോക്കിയില്ല, അങ്ങനെയൊന്നും നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല. അത്ര ആ പ്രായത്തിലാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പഠിപ്പിച്ചു. അതാണ് ഏറ്റവും ഒരു വീട്ടിൽ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ള എൻ്റെ ജീവിതം മുഴുവൻ പഠിപ്പിച്ച അമ്മയാണ്. അമ്മയ്ക്ക് അമ്മയായിരുന്നു അല്ലേ? ഞാൻ അമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മയായിരുന്നു. ഞാൻ പറയുകയും ചെയ്യും അത്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലായിടത്തും എൻ്റെ അമ്മയായിരുന്നു. അവസാനം വരെ ഒരു വഴക്കോ ഞങ്ങൾ അമ്മ. അപ്പോൾ ഈ വിയോഗം, അദ്ദേഹത്തിൻ്റെ അകാലമായ വിയോഗം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അമ്മ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എങ്ങനെയാണ് അമ്മ നേരിട്ടത്? അംബാലിക തമ്പുരാട്ടി അതെങ്ങനെയായിരുന്നു? പറയുന്ന പോലെ നമ്മൾ ഇത്രയും സ്നേഹിച്ചിരുന്ന അമ്മ ജീവിക്കുന്നു ഇല്ലേ? അതെ അതെ. പിന്നെ നമ്മൾക്ക് നമ്മളെ വിധി നമുക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മളങ്ങ് തന്നെ സ്വയം സ്നേഹിക്കുക. അതെ അതെ. അമ്മ ജീവിക്കുന്നില്ലേ? കണ്ണി അമ്മയുടെ മുമ്പിൽ കാണിച്ചാൽ അമ്മയ്ക്ക് ഇതാവും? അതെ അതെ. ഇല്ല, അമ്മ 11 വർഷം പോയി കഴിഞ്ഞു ജീവിച്ചു. പക്ഷെ ഞാൻ അമ്മയെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ, ഇങ്ങനെ എനിക്ക് അങ്ങേയറ്റ് ഇതുപോലെ എല്ലാവരും പറയും അമ്മായിയമ്മ. എനിക്ക് അമ്മായിയമ്മയല്ല. ആ അനുഗ്രഹമുണ്ട് എനിക്ക്, അതാണ് അതിലാണ് അവസാന കാര്യത്തിൽ അമ്മയുടെ അനുഗ്രഹം എനിക്കതാണ്.
അമ്മ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ, മലയാള ഗാനത്തിന്റെ ഗന്ധർവൻ തന്നെ വേണം അദ്ദേഹത്തിനെ വിളിക്കാലോ നമുക്ക്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അമ്മയ്ക്ക് പ്രിയപ്പെട്ടതായ കുറച്ച് പാട്ടുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാടുണ്ടാവും, പക്ഷെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട പാട്ടുകളെ കുറിച്ചിട്ട് അങ്ങനെ പ്രത്യേകം പറയാൻ അറിയില്ല കൂട്ടാ. ഞാൻ കേൾക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് റേഡിയോ വെക്കുന്നത് തന്നെ മിക്കവാറും നല്ല പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് അങ്ങനെ പറയാനുള്ള എനിക്ക് ആ ഒരു കഴിവില്ല. അല്ല അമ്മ കുറച്ച് പാട്ടുകൾ, കുറച്ച് പാട്ടുകൾ അമ്മയ്ക്ക് എനിക്കത് ഇപ്പം അങ്ങനെ പറയാനുള്ള അതൊന്നുമില്ല. ഞാൻ ഇപ്പം കേൾക്കും. അമ്മ കുറച്ച് ഓർമ്മയിലുള്ള ഏതെങ്കിലും പാട്ടുകളുണ്ടോ അദ്ദേഹത്തിന്റെ? അതെ, ചക്രവർത്തി നീനാക്ക് ഞാൻ എൻ്റെ ശില്പകൂരം പുഷ്പാധികം പുറത്തു വെച്ചിരുന്നു, നഗ്നപാതയായ അകത്ത്. എത്ര മനോഹരമായിട്ടാണല്ലേ, ഒരു സുന്ദരമായിട്ടാണ് ഇത്. പുഷ്പപാതുകം ധരിക്കുന്ന സുന്ദരിയാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ അമ്മേ? എന്നിട്ട് അത് വെച്ച് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് വരുമെന്ന്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാക്കി ദേവരാജ മാഷിന്റെ സംഗീതത്തിന് ഇത്രയേറെ ജീവൻ. അത് നമ്മൾ എപ്പോഴും അവർ രണ്ടുപേരും കൂടെ കൂടിയാലേ ഏറ്റവും നല്ലത്. പിന്നെ യേശുദാസ് പാടുന്നത്, യേശുദാസിന്റെ ശബ്ദത്തിനും ദേവരാജ മാഷ സംഗീതത്തിനും ഇത്രയേറെ ജീവൻ കൊടുത്തത് അദ്ദേഹത്തിന്റെ വരികളാണെന്ന് ദേവരാജൻ യേശുദാസ് ഒരു ഇതല്ലേ. അതെ അതെ, യേശുദാസ് പാടുകയും കൂടെ ആകുമ്പോൾ മുഴുവനുമായി. അമ്മയ്ക്ക് ആ ഓർമ്മകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അവരുമായിട്ടുള്ള ഓർമ്മകൾ, വീട്ടിലേക്ക് വന്ന ഓർമ്മകളോ അങ്ങനെ? അതെ, യേശുദാസ് വീട്ടിൽ വരാറുണ്ട്. അതായത് ഏത് പുതിയ പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാലും അമ്മയ്ക്ക് നിർബന്ധമുണ്ട് വീട്ടിൽ വന്ന് കാണണം എന്ന്. വീട്ടിൽ വന്ന് കണ്ടിട്ട് പാട്ട് പാടി കേൾപ്പിച്ച് അതെ അല്ലേ? അതായത് ഏത് പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാലും നമ്മുടെ അവിടെ വരും. അതെ അതെ. അമ്മേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. ഇതൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് കൂടെ വളരെ അന്വർത്ഥമായിട്ടുള്ള വരികളാണല്ലോ. എഴുതി വെച്ചതൊക്കെ നല്ല ഇപ്പോഴാ എല്ലാ അനുഭവങ്ങളും. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ, ദേശീയ പുരസ്കാരം ലഭിച്ചതാണ്. അമ്മ ആ ഒരു സന്ദർഭത്തിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? അമ്മയ്ക്ക് ആ ദേശീയ പുരസ്കാരം ലഭിച്ച പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചതുണ്ടല്ലോ, ദേശീയ പുരസ്കാരമൊക്കെ, അമ്മ അതിനെങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, ദേശീയ പുരസ്കാരം നമുക്കത് അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ മദ്രാസ് വെച്ചാൽ അറിയുന്നത്. രാത്രി വിളിച്ചു, പക്ഷെ അതാണ് അമ്മയോട് വിളിച്ചു പറയും, അമ്മയെ എനിക്ക് ദേശീയ പുരസ്കാരം, ആദ്യമായിട്ടുള്ള ദേശീയ പുരസ്കാരം അല്ലേ കിട്ടും. അമ്മയോടാണ് ആദ്യം എല്ലാം പറയുന്നത് അല്ലേ? പറയുള്ളൂ നമുക്ക്. പക്ഷെ അമ്മയ്ക്ക് അതിലൊന്നും വിഷമം തോന്നി? സന്തോഷമായി എനിക്ക്. ആ ഡൽഹിയിൽ അങ്ങോട്ട് മദ്രാസിൽ അങ്ങോട്ട് വന്നിട്ടേ അമ്മയുടെ കാക്കലെങ്കിലും അമ്പലത്തിൽ തൊഴുന്ന പോലെ അമ്മയെ തൊഴുന്നത്. അല്ല, ഡൽഹിയിൽ പോയിട്ടല്ലേ അവാർഡ് വാങ്ങിയത്? അതെ, ഡൽഹിയിൽ പോയി. അപ്പൊ ഭാര്യയുടെ കൂടെയാണോ പോയത്? ഇവിടെ പോയോ അമ്മ? എനിക്കങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല, ഞാൻ കൂടെ പോകണം പാകണം അങ്ങനെയൊന്നുമില്ല. അവരുടെ വഴിക്ക് വിടും, നമ്മളും നമ്മുടെ വഴിക്ക് സ്വസ്ഥ സന്തോഷം രണ്ടുപേർക്ക്. അതെ അല്ലേ? പോയി കഴിയുമ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പോൾ തോഫിൽ ബാഷയുടെ അല്ലെ എം ജോസഫിൻ്റെ ഒക്കെ വായിച്ചു, തന്നെ വിട്ടാൽ ഇവർ സിനിമക്കാരല്ലേ, എന്തു വരാനാ, ഒന്നും വരാനില്ല. എന്നോട് അവിടെ മദ്രാസിലെ നമ്മുടെ ഹരിഭക്തൻ ഇതില്ലേ സിനിമ എടുത്ത ഹരിഭക്തൻ വിളിച്ചു പറഞ്ഞു, കുട്ടാ ഞാൻ ഇപ്പോൾ ഒരു വഴക്കുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. വഴക്കുണ്ടാക്കിക്കോളൂ ചേച്ചി. ഇപ്പം ഈ മുറിയിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഷീലയുണ്ട്, ജയഭാരതിയുണ്ട്, പിന്നെ രാഗിണിയുണ്ട്. അതിനെന്താ? അല്ല, ഞാൻ പറഞ്ഞു, ഹരി ഇത്രയൊന്നും എന്നോട് പറയണ്ട, നിങ്ങളെല്ലാം പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം. എൻ്റെ വീടിൻ്റെ ഗേറ്റിലേക്ക് കടന്നാലുണ്ടല്ലോ പിന്നെ എൻ്റെ. അതെ, അത്രയും പക്വമായിട്ട് അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഗേറ്റിൻ്റെ അകത്ത് ആർക്കും വരാൻ പറ്റത്തില്ല, പക്ഷെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് അകത്ത് വന്നാൽ എൻ്റെ സ്വന്തം. അല്ലെങ്കിൽ പുറത്ത് പോയി ഞാനത് അന്വേഷിക്കാറില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ അന്വേഷിക്കാറില്ല. എൻ്റെ കുട്ട സമ്മതിക്കണം. ഇത്രയും മനസ്സിലാക്കുന്ന ഒരു ഭാര്യ അല്ലേ? പരസ്പരം രണ്ടുപേർക്കും അതെ. അതാണ്, ഒരാൾ മാത്രമല്ലല്ലോ. ഈ യാത്രയൊക്കെ പോകുമ്പോഴും നല്ല വിശ്വാസമല്ലേ? അതെ അതെ, ഞങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് ഞങ്ങൾ. അത് ആരും എത്ര വലുതാന്ന് പറഞ്ഞാൽ ആത്മപ്രശംസയാന്ന് പറഞ്ഞായിരിക്കണം, പക്ഷേ ഞങ്ങളെപ്പോലെ മനസ്സിൻ്റെ വിശ്വാസം. അതെ അതെ. തോപ്പിൽ ബാസിയുടെ അമ്മണി ചേച്ചി ഭാരതി ബാബുസ്റ്റേഷൻ അവിടെ പോയി അങ്ങനെ നമ്മൾ അമ്മണി ചേച്ചി തന്നെ കൂടെ പോകൂ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അതെ. എങ്ങനെയാണ് അപ്പം അമ്മയ്ക്ക് ഇത്രയും പക്വതയോടെയൊക്കെ ചിന്തിക്കാൻ പറ്റിയത്? എനിക്കറിയില്ല. എനിക്കത് എൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞ ക്ഷമയാണ് എനിക്കുള്ള ഏറ്റവും ഗുണം. അതേ, അമ്മ ശരിക്കും ഒരു നിശബ്ദമായ പ്രോത്സാഹനമായിരുന്നു അല്ലേ അദ്ദേഹത്തിന്? ക്ഷമ മാത്രമാണ് എൻ്റെ ഒരു ഏറ്റവും ജീവിതം സുത്തരയാക്കിയത്. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അമ്മേ,
അതുപോലെ സലീൽ ചൗധരി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ കാരണം ഈ മനുഷ്യനാണെന്ന് അല്ലെ. അവിടെ വന്ന് കടലിനക്കരെ പോണവരെയൊക്കെ പാട്ട് ചെമ്മീനിലെ അല്ല അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. കപ്പ നിൽക്കില്ല ടെപ്പൊക്കെ കപ്പ. അമ്മയും ചൗധരിയായിട്ട് ഭയങ്കരമായിട്ട് വർത്തമാനം പറയും. എന്താ പറയുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ അമ്മ. അല്ലല്ല അദ്ദേഹത്തിന്റെ അമ്മ. അത് രണ്ടുപേരും കൂടെ വർത്തമാനം പറയണ കേട്ടാലേ അമ്മ അറിയാവുന്ന പോലെയാ സംസാരിക്കും. അതെ അല്ലേ, ഭാഷ അറിഞ്ഞില്ലെങ്കിലും സംസാരിക്കും അല്ലേ. അദ്ദേഹം ബലികുടീരങ്ങളെ പോലുള്ള വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ, ഒരുപാട് നാടക ഗാനങ്ങൾ അല്ലേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായിരുന്നു അദ്ദേഹം. പക്ഷെ അതേ സമയം തന്നെ അദ്ദേഹം ഗുരുവായൂർ അമ്പല നടയിൽ, ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഒരുപാട് നല്ല ഭക്തി ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭക്തി സ്നേഹമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഭക്തി സ്നേഹം തന്നെയല്ലേ? നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? എൻ്റെ വിശ്വാസം അതായി എനിക്ക് തൊഴിൽ എല്ലാവരെയും കാണിക്കാൻ പറ്റും. അതൊന്നും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ഉള്ളിൽ വിശ്വാസം. നമ്മുടെ വീട്ടിൽ രാവിലെ കുളിക്കുക, വിളക്ക് വയ്ക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുക, നമ്മൾ എത്രയാണ് പോകും. എങ്ങനെയാണ് അമ്മയുടെ ഒരു ദിവസം എങ്ങനെയാണ്? മദ്രാസിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സാഹിത്യകാരന്മാരുണ്ട്. മലയാറ്റൂര്, പിന്നെ നമ്മുടെ എഫ് സീറ്റിലെ എം കെ നായർ, അവർ അങ്ങനെയുള്ള വലിയ വലിയ സാഹിത്യം എല്ലാവരും ഉണ്ടാവും. നസീർ സാറായിട്ടുള്ള ഓർമ്മ, പ്രേം നസീർ ഒരു പണി വന്നിട്ടുള്ളൂ. പണിയൊന്ന് കാണാൻ. സത്യനടുത്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ അവസാനം അവിടുന്ന് പോയത്. ആ പാട്ട് അമ്മയുടെ നല്ല കാലങ്ങളിലെ സ്വപ്നമായിരുന്നു. അച്ഛൻ വരുന്നതും ഗന്ധർവനായിട്ട് വരുന്ന സ്വപ്നങ്ങളൊക്കെയാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞ്, വർഷം കഴിഞ്ഞ്, കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അമ്മ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛന് ഇഷ്ടമുള്ള പൂക്കളെയും ചെടികളെയും നോക്കിയിരുന്ന ഞാനാണ്. എവിടെ എന്ത് കണ്ടാലും അച്ഛൻ കൈ ചൂണ്ടിയാൽ മതി, അത് എൻ്റെ വീട്ടിലെത്തുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊരു എഴുത്തെഴുതി അച്ഛൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. വയലാർ രാമവർമ്മയുടെ പ്രിയ സഖി ഭാരതി തമ്പുരാട്ടിയുമൊത്തുള്ള പാട്ടിന്റെ സഖിമാർ അടുത്ത എപ്പിസോഡിലും തുടരുകയാണ്. കാത്തിരിക്കുക. പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. പ്രിയരമാ